ചെറുപുഴ പഞ്ചായത്ത് 18-ാം വാർഡ് പടത്തറ നിവാസികൾക്ക് അംഗീകാരത്തിൻ്റെ പൂച്ചെണ്ടുകൾ തന്നെ സമ്മാനിക്കണം. ഇവിടെ അടുത്ത കാലത്തായി ജലജീവൻ പദ്ധതി പ്രകാരം റോഡിന് ചേർന്ന് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് കാനകൾ തീർക്കുകയും മഴക്കാലമായതോടെ മണ്ണൊലിച്ച് ഈ സ്ഥലങ്ങളിൽ അഗാധമായ ഗർത്തങ്ങൾ തന്നെ രൂപപ്പെടുകയും ചെയ്തു. അധികാരികൾ അറിഞ്ഞ് പരിഹാരം കണ്ടെത്തുന്നതിന് മാധ്യമങ്ങൾ വഴിയും വാർഡ് മെമ്പർ മുതൽ മേലധികാരികൾക്ക് വിവരമറിയിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ കൂടി ചേർന്ന് പാതയോരത്തെ കുഴികൾ നികത്തുന്നതിന് തീരുമാനിക്കുകയും പടത്തറത്തെ 25ഓളം യുവാക്കളുടെ കഠിനാധ്വാനത്തിലൂടെ വാണിയംകുന്ന് മുതൽ തട്ടുമ്മൽ വരെ പ്രവർത്തനം നടത്തുന്നതിനും തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ മുതൽ റോഡ് സൈഡിലുള്ള കുഴികൾ 2 കിലോമീറ്റർ ദൂരത്തു നിന്നും കല്ലുകൾ കൊണ്ടുവന്ന് മൂടി സഞ്ചാര യോഗ്യവും ഗതാഗത യോഗ്യവുമാക്കി തീർക്കുന്നതിനുള്ള ശ്രമം നടന്നു വരികയുമാണ്. ജലജീവൻ മിഷൻ്റെ ഈ പൈപ്പ് ഇടലിൻ്റെ ഭാഗമായി ഈ റോഡിൻ്റെ ഈ സൈഡുകൾ കുഴിച്ച് മണ്ണെടുക്കുകയും പൈപ്പ് ഇടുകയും ചെയ്ത വകയിൽ മഴ വന്നപ്പോൾ വെള്ളമെല്ലാം ഈ മണ്ണെല്ലാം ഒഴുകിപ്പോയി വലിയ ഗർത്തങ്ങളായി തീർന്നു. അപ്പോൾ ഒരു വാഹനം വന്നാൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിൽ ഈ റോഡിൻ്റെ സൈഡ് അത്രയും കുഴിയായിപ്പോയി. ശരിക്കും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലായി തീരുകയും അധികാരികളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും അവർ ഒന്നും ചെയ്യാതെ നിന്ന ആ സാഹചര്യത്തിൽ ഇവിടെയുള്ള നാട്ടുകാരായ എല്ലാവരും ഞങ്ങളെല്ലാവരും ഇടപെട്ടിട്ടാണ് ഇപ്പോൾ തട്ടുമ്മൽ മുതൽ ഇവിടം വരെയുള്ള ഭാഗത്ത് സ്വന്തമായി അവനവൻ്റെ ചെലവിൽ കല്ലിറക്കുകയും ഈ കുഴികൾ നികത്തി ഈ റോഡ് സഞ്ചാരമാക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ സൈഡിലും നാട്ടുകാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അധികാരികളുടെ കാല് പിടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാമെന്ന് ഞങ്ങൾ ഒരു പരീക്ഷണത്തിൽ ചെയ്യുകയാണ് ഈ റോഡിൻ്റെ ഈ ജോലികൾ. തട്ടുമ്മൽ അവസാനിക്കുന്ന നല്ലൊരു ഗതാഗത യോഗ്യ റോഡായിരുന്നു ഇത്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഈ റോഡിൻ്റെ സൈഡ് കിളച്ചും കൊണ്ട് അതുപോലെ തന്നെ ഈ റോഡ് വളരെ ചുരുങ്ങിപ്പോയി. ആ പണിയെടുത്തിട്ട് വളരെ ചുരുങ്ങിപ്പോയി വണ്ടി ഓടാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉണ്ടായത്. അതെന്ന് പറഞ്ഞെങ്കിൽ അധികാരികളുടെ അടുത്ത് പല പ്രാവശ്യം ഇത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത് നിന്ന് ശരിയാക്കി തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിട്ടും ഇതുവരെ ഒരു വാഹനങ്ങൾ പോകാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതിപ്പോൾ ഈ നാട്ടുകാർ നമ്മുടെ എല്ലാവരും കൂടെ ഒത്തൊരുമയോട് കൂടിയിട്ട് തട്ടുമ്മലെന്ന് പൈപ്പ് ലൈൻ പ്രകാരം ഇതിപ്പോൾ എപ്പോഴാണ് വരുന്നതെന്നും ആർക്കും പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും കുഴിയെടുത്തിട്ട് ഇങ്ങനെ കിളച്ചിട്ടതല്ലാണ്ട് റോഡ് മോശമായി കിടക്കുന്നതല്ലാണ്ട് അതൊന്ന് തൽസ്ഥിതിയിലാക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാർ എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടിയിട്ട് തട്ടുമെന്ന് കല്ല് ചുമന്നിട്ട് വണ്ടിയിലെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇത് എല്ലാവരും അത്രയും ആൾക്കാർ തന്നെ ഇനിയും കല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എല്ലാവരും രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇന്ന് വൈകുന്നേരം വരെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ ആളുകളും ഒത്തൊരുമയോടുകൂടി ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പറയാനുള്ളത്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ.
Residential and commercial air condition, refrigerator, washing machine, inverter, water filter, water heater, mixie, fan, stove, solar water heater തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടെക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടെക്, ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.